Welcome to the video lecture series of Plus 1 Chemistry. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചാപ്റ്റർ 2 സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദ ആറ്റം. എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്? ആക്ച്വലി അതൊരു തിയററ്റിക്കൽ സയൻസ് ആണ്. ഇത് ഡീൽ ചെയ്യുന്നത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളുടെ മോഷനാണ് ബൈ കൺസിഡറിങ് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തത് ഹെയ്സൻബർഗും ഇർവിൻ ഷ്രോഡിംഗർ എന്നുള്ളൊരു സയൻറ്റിസ്റ്റും കൂടെ ചേർന്നിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകളായ ഇലക്ട്രോൺസ്, അതുപോലെ ആറ്റംസ്, മോളിക്യൂൾസ്, ഇതിൻ്റെ എല്ലാം മോഷൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്തത്, ഇതിനെക്കുറിച്ച് ഇത് ഡെവലപ്പ് ചെയ്തത് ഹൈസൻബർഗും ഷ്രോഡിംഗറും ചേർന്നിട്ടാണെങ്കിലും ഷ്രോഡിംഗർ മാത്രമായിട്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ആ ഇക്വേഷനാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഇതിൽ ഈ സൈ എന്നുള്ള ടേം അതൊരു ഗ്രീക്ക് സിമ്പിളാണ്, ഗ്രീക്ക് ലെറ്ററാണ് സൈ. പി സൈലൻ്റ് ആണ്, സൈ എന്നാണ് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അതിൽ എച്ച് ക്യാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹാമിൽറ്റോണിയൻ ഓപ്പറേറ്ററാണ്. ഓക്കെ, അപ്പോൾ എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് ഏത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോൺ ആണെന്ന് ഇരിക്കട്ടെ, ആ ഇലക്ട്രോണിൻ്റെ എനർജിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ എറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസുമാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. എച്ച് സൈ ഇസ് ഈക്വൽ ടു ഇ സൈ. ഇതിനാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടി സോൾവ് ചെയ്തിട്ടുണ്ട്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഡിഫറെൻറ്റ് ഓർബിറ്റൽസും ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്ത ഡിഫറെൻറ്റ് ഓർബിറ്റൽസും അതിൻ്റെ എനർജിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുമാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഈ സൈ എന്താണെന്ന് കൂടുതലായിട്ട് നോക്കാം. സൈയെ വേവ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. സൈ ഇസ് കോൾഡ് ദി വേവ് ഫംഗ്ഷൻ. അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ എന്ന് പറയുന്നത്? സൈ എന്ന് ഉദ്ദേശിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫംഗ്ഷൻ. അതായത് വേവ് ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അറ്റോമിക് ഓർബിറ്റലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയാണ് സൈ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ സൈ ഇസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് ടേമാണ് അസോസിയേറ്റഡ് വിത്ത് ദി ഇലക്ട്രോൺ. ഇനി സൈ എന്ന് എടുക്കുകയാണെങ്കിൽ അതിനൊരു മീനിങ് പൊതുവെ പറയാറില്ല, പക്ഷേ സൈ സ്ക്വയറിന് വളരെ ഇമ്പോർട്ടൻറ്റ് മീനിങ് ഉള്ളൂ. സൈ സ്ക്വയർ ഹാസ് ബീൻ കോൾഡ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി. എന്ത് പ്രോബബിലിറ്റി ഡെൻസിറ്റി? ഇറ്റ് ഡിറ്റർമൈൻസ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ മൂവിങ് ഇലക്ട്രോൺ ഇൻ എ ഗിവൺ റീജിയൻ. അതായത് ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിനെ കാണാൻ ചാൻസ് ഉള്ള ആ പ്രോബബിൾ റീജിയനെയാണ് നമുക്ക് സൈ സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ സൈക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ അതിൻ്റെ സൈ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ആ സൈഡ് സ്ക്വയർ വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ നമുക്ക് തരുന്നത് ഇത് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിൾ റീജിയൻസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ സൈ സ്ക്വയറിൻ്റെ വാല്യൂ ലാർജ് വാല്യൂ ഓഫ് സൈ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ 3 ടൈപ്പിലാണ് വാല്യൂ കിട്ടുന്നത്. ലാർജ് വാല്യൂ ഓഫ് സൈ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ. ഇനി സ്മോൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ലോ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, ഇനി 0 വാല്യൂ കിട്ടാം സൈ സ്ക്വയറിന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഈസ് നെഗ്ലിജിബിൾ. അപ്പോൾ ഇങ്ങനെ 3 വാല്യൂ ആയിട്ടാണ് സൈ സ്ക്വയർ നമ്മൾ പറയുന്നത്. ലാർജ് വാല്യൂ ആണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇൻ ദാറ്റ് പർട്ടിക്കുലർ റീജിയൻ. Small value of psi square ആണെങ്കിൽ low probability of finding the electron, and 0 value of psi square means the probability of finding the electron is negligible. Okay, അതുപോലെ തന്നെ ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിന് വേണ്ടി സോൾവ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ ആറ്റം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അതിന് ആൻസർ കിട്ടുന്നത് എന്താണ്? ആൻസർ പറഞ്ഞത് അതിൻ്റെ പോസിബിൾ എനർജി ലെവൽസ് ഓഫ് ഇലക്ട്രോൺ ക്യാൻ ഒക്യുപ്പൈ. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ആ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്ന എനർജി ലെവൽസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്.
when we solve Schrodinger equation, the solution gives the possible energy levels of the electron can occupy and the corresponding wave functions of the electron associated with each energy level. അതായത് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള പോസിബിൾ എനർജി ലെവൽസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ തരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇലക്ട്രോണിനോടൊപ്പം കാണുന്ന ഓരോ എനർജി ലെവലിനോടുമുള്ള അറ്റോമിക് ഓർബിറ്റൽസ്, വേവ് ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റലാണ്. അപ്പോൾ ഓരോ എനർജി ലെവലിനോടും അസോസിയേറ്റഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിനെ കുറിച്ചിട്ടും നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനാണ് നമ്മൾ ക്വാണ്ടൈസ്ഡ് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനർജി സ്റ്റേറ്റുകൾ വളരെ മൈന്യൂട്ടായിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്ത് പോവാണ്. ആ ക്വാണ്ടൈസ്ഡ് എനർജി സ്റ്റേറ്റുകളും അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ഫങ്ഷൻസും അതായത് കറസ്പോണ്ടിങ് അറ്റോമിക് ഓർബിറ്റൽസും നമ്മൾ ആക്ച്വലി ഒരു 3 ക്വാണ്ടം നമ്പർ കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓക്കെ, ദെൻ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അതുപോലെ തന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പോൾ ഈ 3 ക്വാണ്ടം നമ്പർ കൊണ്ടിട്ടാണ് നമ്മൾ ഈ എനർജി സ്റ്റേറ്റുകൾ ക്വാണ്ടൈസ്ഡ്, അതായത് വേരിയസ് എനർജി ലെവൽസും അതിൻ്റെ അറ്റോമിക് ഓർബിറ്റൽസും സ്പെസിഫൈ ചെയ്യുന്നത് 3 ക്വാണ്ടം നമ്പേഴ്സാണ്. ഏതൊക്കെയാണ് ക്വാണ്ടം നമ്പർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L ആൻഡ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ML. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാവുന്നതാണ് ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇർവിൻ ഷ്രോഡിംഗർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനെ കുറിച്ച് നമുക്കൊരു പോസ്റ്റ്ലേറ്റുകളുണ്ട്. ആ പോസ്റ്റ്ലേറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ആറ്റത്തിൻ്റെ ക്വാണ്ടം മോഡൽ എങ്ങനെയാണ്, ക്വാണ്ടം കൺസെപ്റ്റിൽ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ചിട്ട് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പോസ്റ്റ്ലേറ്റുകളുണ്ട്. ആ പോസ്റ്റ്ലേറ്റിൽ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഒന്ന് നോക്കിക്കോളൂ. ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ക്വാണ്ടൈസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് കാണും. ആ വാല്യൂസ് സർട്ടൺ വാല്യൂസാണ്. അതായത് നമ്മൾ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ പഠിച്ചപ്പോൾ പറഞ്ഞു, ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു NH/2π എന്ന് പറഞ്ഞു ബോർ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞപ്പോൾ. അതായത് ആംഗുലർ മൊമെൻറ്റം H/2πയുടെ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതായത് സർട്ടൻ സ്പെസിഫിക് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് ഉള്ളിടത്ത് മാത്രമേ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ന്യൂക്ലിയസിന് ചുറ്റും എല്ലാ ഭാഗത്തും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കത്തില്ല. സർട്ടൻ സ്പെസിഫിക് വാല്യൂസ് ഉണ്ടാവും എനർജി ലെവൽസിന്, അവിടെ മാത്രമേ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. ഓക്കെ, ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് ഒന്നുകൂടി വായിക്കുന്നു. ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. എന്താണ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്നത്? ഇറ്റ് ക്യാൻ ഹാവ് ഓൺലി സർട്ടൻ സ്പെസിഫിക് വാല്യൂസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെൻ ഇലക്ട്രോൺസ് ആർ ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് ഇൻ ആറ്റംസ്. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽ is a direct result of the wave-like properties of electron and are allowed solutions of Schrodinger wave equation. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടുന്ന ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂഷൻ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ E(psi) is equal to Hψ അല്ലെങ്കിൽ Hψ is equal to Eψ എന്നുള്ളത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽസ് തരുന്നത്? അത് ഇലക്ട്രോണിൻ്റെ പോസിബിൾ എനർജി ലെവൽസും അതുപോലെ ഈ എനർജി ലെവൽസിൻ്റെ ഡിഫറെൻറ്റ് ഓർബിറ്റൽസുമാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ തരുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്. ദ എക്സിസ്റ്റൻസ് ഓഫ് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽസ് ഈസ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ആർ അലൗഡ് സൊല്യൂഷൻസ് ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് both the exact position and exact velocity of an electron in atom cannot be determined simultaneously. ഇത് ആക്ച്വലി ഹെയ്സൻബർഗിൻ്റെ പ്രിൻസിപ്പിളാണ്, ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അത് ബേസ് ചെയ്തിട്ടാണ് തേർഡ് പോസ്റ്റ്ലേറ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സാക്റ്റ് പൊസിഷൻ അതും അതുപോലെ എക്സാക്റ്റ് വെലോസിറ്റി സൈമുൾട്ടേനിയസ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ്സ് കോൾഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അത് പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ നമുക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി നമുക്ക് അൺസർട്ടൺ ആയിരിക്കും. ഓക്കെ, സോ ദ പാത്ത് ഓഫ് എൻ ഇലക്ട്രോൺ ആറ്റം ദെർഫോർ ക്യാൻ നെവർ ബി ഡിറ്റർമൈൻഡ് ഓർ നോൺ ആക്യുറേറ്റ്ലി. സോ ദാറ്റ്സ് കോൾഡ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇതാണ് തേർഡ് പോസ്റ്റ്ലേറ്റ്. ഇനി നാലാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്
അനറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. അനറ്റോമിക് ഓർബിറ്റൽ ഈസ് ദി വേവ് ഫംഗ്ഷൻ സൈ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അപ്പോൾ നമ്മൾ സൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അറ്റോമിക് ഓർബിറ്റലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ സിൻസ് മെനി സച്ച് വേവ് ഫംഗ്ഷൻസ് ആർ പോസിബിൾ ഫോർ ആൻ ഇലക്ട്രോൺ, ദർ ആർ മെനി അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ആൻ ആറ്റം. അപ്പോൾ സൈ എന്നുള്ളത് വേവ് ഫംഗ്ഷനാണ്. എന്താണ് വേവ് ഫംഗ്ഷൻ? വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റോമിക് ഓർബിറ്റലാണ്. അപ്പോൾ ഒരു ആറ്റത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറ്റോമിക് വേവ് ഫംഗ്ഷൻസ് ഉണ്ട്. ഒത്തിരി വേവ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഒത്തിരി വേവ് ഫംഗ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ ചെയ്യുന്നത് ഇലക്ട്രോണിന് ഒരുപാട് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടെന്ന് അർത്ഥം. അതായത് ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിന് ഒന്നിൽ കൂടുതൽ അറ്റോമിക് ഓർബിറ്റൽസ് പോസിബിൾ ആണെന്ന് അർത്ഥം. ഇനി ഓരോ ഓർബിറ്റലിനും ഈച്ച് ഓർബിറ്റൽ ദി ഇലക്ട്രോൺ ഹാസ് എ ഡെഫിനിറ്റ് എനർജി. അപ്പോൾ ഒരു ഓർബിറ്റൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന് ഡെഫിനിറ്റ് എനർജി വേണം. ആൻ ഓർബിറ്റൽ കനോട്ട് കണ്ടെയ്ൻ മോർ ദാൻ 2 ഇലക്ട്രോൺസ്. ഓക്കെ, അത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളാണ്. ഒരു ഓർബിറ്റലിന് 2 ഇലക്ട്രോണിൽ കൂടുതൽ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ എ മൾട്ടി ഇലക്ട്രോൺ ആറ്റം ദി ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ വേരിയസ് ഓർബിറ്റൽസ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് എനർജി. അതായത് ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള ആറ്റം എന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിക്ക് അനുസരിച്ചിട്ടാണ് അറ്റോമിക് ഓർബിറ്റലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ആക്ച്വലി നമുക്ക് അറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡിഫറെൻറ്റ് ഇലക്ട്രോണുകൾക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് അറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ചിട്ടും അതിൻ്റെ എനർജിയെ കുറിച്ചിട്ടും ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണാണ് ഫില്ല് ചെയ്യുന്നുള്ളത് ഇത്തരമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് പറയുന്നത്. അപ്പോൾ ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ഒന്നുകൂടി നമുക്ക് പഠിക്കാം. അറ്റോമിക് ഓർബിറ്റൽ എന്താണ്? അറ്റോമിക് ഓർബിറ്റലാണ് ഇസ് ദി വേവ് ഫംഗ്ഷൻ ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ആറ്റം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷനെയാണ് നമ്മൾ അറ്റോമിക് ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് ഒന്നിൽ കൂടുതൽ ഒരുപാട് വേവ് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതായത് അതിൻ്റെ അർത്ഥം ഒരു ആറ്റത്തിൽ ഒരുപാട് അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ളതാണ്. ഓരോ ഓർബിറ്റലിനും ഇലക്ട്രോൺ എന്നതിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനറ്റ് എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഓർബിറ്റലിന് 2 ഇലക്ട്രോൺ ആയിരിക്കും മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ആൻ ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 2 ഇലക്ട്രോൺസ്. ഓക്കെ, അത് രണ്ടും ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇനി മൾട്ടി ഇലക്ട്രോൺ ആറ്റം. എന്താണ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം? ഒന്നിൽ കൂടുതൽ ഇലക്ട്രോണുള്ള ആറ്റം ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? ഓരോ ഓർബിറ്റലിലും ഏത് ഓർബിറ്റലിലാണ് ലോവസ്റ്റ് എനർജി. അപ്പോൾ ലോവസ്റ്റ് എനർജി ഓർബിറ്റലിൽ നിന്ന് ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് വരും എങ്ങോട്ടേക്ക്? ഹയസ്റ്റ് എനർജി ഓർബിറ്റലിലേക്ക്. അതായത് ഇൻക്രീസിങ് ഓർഡറിലായിരിക്കും ഓരോ അറ്റോമിക് ഓർബിറ്റലിലും ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ്. ഇനി ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അറ്റ് എ പോയിന്റ് വിതിൻ ആൻ ആറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ. അതായത് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സൈ സ്ക്വയറിൻ്റെ വാല്യൂ സൈ സ്ക്വയർ എന്താണെന്നാണ് പറഞ്ഞത്? കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞതാണ് സൈ സ്ക്വയർ ഈസ് കോൾഡ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലേ? സൈ സ്ക്വയർ ഈസ് നോൺ ആസ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി. എന്താണ് അതിൻ്റെ വാല്യൂ? എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എന്താണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്? നമുക്ക് ഇലക്ട്രോണിനെ കാണാനുള്ള ആറ്റത്തിൻ്റെ അതായത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിൾ റീജിയൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നതാണ് സൈ സ്ക്വയർ. അതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സൈ സ്ക്വയറിൻ്റെ നമ്മൾ ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുന്നു. ആ സ്ക്വയർ ഓഫ് ദ ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എടുക്കുന്നു. ഓക്കെ, ആ സ്ക്വയർ ഓഫ് ദ ഓർബിറ്റൽ വേവ് ഫംഗ്ഷനാണ് സൈ സ്ക്വയർ എന്ന് പറയുന്നത്. ആ സൈ സ്ക്വയർ ഈസ് കോൾഡ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി. അതായത് അതിൻ്റെ വാല്യൂ ഇപ്പം നമ്മൾ സോൾവ് ചെയ്ത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ലാർജ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ. ഓക്കെ, അതേസമയം വാല്യൂ സ്മോൾ ആണെങ്കിൽ എന്താണെന്ന് പറഞ്ഞു? ലോ പ്രോബബിലിറ്റി അല്ലേ? വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. ഇലക്ട്രോണെ കാണാനുള്ള പ്രോബബിലിറ്റി നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ സൈ സ്ക്വയറിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. സൈ സ്ക്വയർ ഈസ് കോൾഡ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ സൈ സ്ക്വയറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് ഏത് റീജിയനിലാണ് ഇലക്ട്രോണെ കണ്ടുമുട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈ സ്ക്വയറിന് വളരെയധികം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ലാർജ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ ലാർജ് പ്രോബബിലിറ്റി ആയിരിക്കും. ഇനി സ്മോൾ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ലോ പ്രോബബിലിറ്റി ആയിരിക്കും ഇലക്ട്രോണിനെ കാണുന്നതിനുള്ള. 0 വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഈ 5 പോസ്റ്റ്ലേറ്റുകളാണ് മെയിൻലി ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2-3 കാര്യങ്ങൾ പഠിച്ചു. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ പഠിച്ചു. വാട്ട് ഈസ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ?
ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്താണ്? ഇ സൈ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്നതാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. എച്ചിന് എന്ത് പറയുന്നു? എച്ച് ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. സൈ ഈസ് കോൾഡ് ദി വേവ് ഫംഗ്ഷൻ അല്ലേ? സൈ എന്നാണ് പറയുന്നത്, PSI സൈ, അല്ലെങ്കിൽ പി സൈലൻ്റ് ആണ്, ഇറ്റ്സ് എ ഗ്രീക്ക് ലെറ്റർ. സൈ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് അറ്റോമിക് ഓർബിറ്റലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് സൈ നമ്മൾ പഠിച്ചു. സൈക്ക് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല, പക്ഷേ സൈ സ്ക്വയറിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. സൈ സ്ക്വയറിനെ നമ്മൾ പറഞ്ഞു, സൈ എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ദെൻ സൈ സ്ക്വയറിനെയാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ മൂവിങ് ഇലക്ട്രോൺ ഇൻ എ ഗിവൺ റീജിയൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെയിൻലി പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദ ആറ്റം പറഞ്ഞു. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്തായിരുന്നു? എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. സെക്കൻഡ് എന്തായിരുന്നു? എക്സിസ്റ്റൻസ് ഓഫ് ക്വാണ്ടൈസ്ഡ് ഇലക്ട്രോണിക് എനർജി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡയറക്റ്റ് റിസൾട്ട് ഓഫ് ദ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇലക്ട്രോൺസ്. ഇനി ഈ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് ആണ്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഹെയ്സൻബർഗിൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എക്സാക്ട്ലി ദി simultaneously the exact position and exact velocity of an electron അല്ലേ. ദെൻ ഫോർത്ത് വൺ പറഞ്ഞത് അറ്റോമിക് ഓർബിറ്റലിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു. അറ്റോമിക് ഓർബിറ്റലിനെയാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഇലക്ട്രോണിന് ഒരുപാട് വേവ് ഫംഗ്ഷൻസ് ഉണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ദർ ആർ മെനി അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ ആൻ ആറ്റം ആൻഡ് ഈച്ച് ഓർബിറ്റൽ ക്യാൻ അക്കോമഡേറ്റ് ഓൺലി 2 electrons ആൻഡ് ഇൻ ഈച്ച് ഓർബിറ്റൽ ദ ഇലക്ട്രോൺ ഹാസ് എ ഡെഫിനിറ്റ് എനർജി. ദെൻ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് അക്കോർഡിംഗ് ടു ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. പിന്നെ ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ കുറിച്ച് പറഞ്ഞു, സൈ സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞു. സൈ സ്ക്വയർ ഈസ് കോൾഡ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, സൈ സ്ക്വയറിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് ഇലക്ട്രോൺ ആ പെർട്ടിക്കുലർ റീജിയനിൽ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ലാർജ് വാല്യൂ ആണെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ റീജിയൻ. ലോ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ലോ പ്രോബബിലിറ്റി, സീറോ വാല്യൂ ആണെങ്കിൽ പ്രോബബിലിറ്റി ഈസ് നെഗ്ലിജിബിൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് പഠിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് പഠിക്കാൻ ഇനി, അതുപോലെ തന്നെ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുണ്ട്, SPDF, അതുപോലെ തന്നെ ഇലക്ട്രോൺ ഫില്ലിംഗ് ഓഫ് ദ ആറ്റം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ സ്ട്രക്ചറാണ് ഇതിൻ്റെ അടുത്തതായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. താങ്ക് യു ചിൽഡ്രൻ. ബൈ ബൈ, സീ യു.